ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫസ്റ്റ് ടൈം പുതിയൊരു സ്വാഗതം. അപ്പോൾ ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ വരിക്കാശ്ശേരി മന കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വരിക്കാശ്ശേരി മന പോയിട്ടുണ്ട്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഒരു ബ്രദർ എന്ന് വേണേൽ പറയാം. അപ്പോൾ വന്നിട്ടുണ്ട് അനൂപ്. അപ്പോൾ അനൂപും ശ്രുതിയുണ്ട് ഞങ്ങൾക്കൊപ്പം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് വരിക്കാശ്ശേരി മന കാണാനായിട്ടാണ് അപ്പോൾ എല്ലാവരും പോകുന്നത്. എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. ചേട്ടായി ഇവിടെ ഇൻഡസ്ട്രിയില്ല മയിൽവാഹനല്ലേ? മയിൽവാഹനം കേട്ടിട്ടുണ്ടോ? അവരുടെ ഇതാ കുറെ വണ്ടിയല്ലേ അത്, മയിൽവാഹനല്ല. കുളപ്പള്ളി വരെ ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയത്. അവിടെ ഞങ്ങൾ വണ്ടി മാറി ഒറ്റ വണ്ടിയിലായിട്ട് പിന്നെ അങ്ങോട്ട് യാത്ര. ഗേറ്റ് തുറന്ന് നടക്കുന്നുണ്ടല്ലോ അനൂപ്. ആന വെച്ചേക്കുന്നു. പുറകില മഞ്ജുവാരിന്റെ കുളിച്ച കുളം കേട്ടോ. സുധി ഈ സൈഡില് കുളിക്കാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എടി അതന്നെ ആ ഗേറ്റിനകത്ത് കേട്ടിക്കോ. നീ ഇറങ്ങിട്ടേ അയ്യോ അയ്യോ ഞാൻ ഇറങ്ങിയിട്ടെടുക്കാം. അപ്പം ഞാൻ അവിടെ ഇറങ്ങി പാസ്സൊക്കെ എടുത്തിട്ട്, അപ്പോൾ പിള്ളേർക്ക് ഇപ്രാവശ്യം എന്താണോ പാസ് നിർത്തില്ല കേട്ടോ. അവരെ വേണ്ട പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് 4 പേർക്കും ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 30 വെച്ചായിട്ട് ടിക്കറ്റ്. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി അവിടെ കൂടി ഇങ്ങനെ നടക്കേണ്ടത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇന്ന് വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് 3-4 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ആ ഫസ്റ്റ് എൻട്രൻസിൻ്റെ ഇടംപിടി. അപ്പോൾ അവിടെ ചെറിയൊരു കുറച്ച് ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ആ പുറമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് തിരിച്ചകത്തേക്ക് വരാൻ. ഇത് ഞങ്ങളിതായി ഇങ്ങനെ ഈ സൈഡിലേക്ക് കേട്ടോ. അപ്പോൾ കൊള്ളത്തിൻ്റെ ആ സൈഡിലേക്ക് നമ്മൾ മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ രാവിലെ ചീടിട്ടിറങ്ങിയതാണ്. അങ്ങനെ തന്നെ നമ്മൾ നടന്ന് കുളത്തിനടുത്തെത്തിയിട്ട്, അപ്പോൾ ഈ കുളമാണ് കേട്ടോ. നമ്മൾ 6-ാം തമ്പുരാനിലൊക്കെ കാണുന്ന ആ കുളം, മഞ്ജുവാരി വിളിക്കുന്ന ആ കുളമൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ അതായത് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നിന്ന് കുളമൊക്കെ കണ്ടു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടേക്ക് ഒന്ന് ഇറങ്ങാനോ കാണാനും പറ്റി. ഇപ്രാവശ്യം അവരത് പൂട്ടിയൊക്കെ തന്നെ ഇട്ടേക്കുന്നു കേട്ടോ. ഒത്തിരി വെള്ളം ഉള്ളതുകൊണ്ടേ അപകടം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അവരങ്ങനെ ലോക്കൊക്കെ ചെയ്തിട്ടേനെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നതൊക്കെ കണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കാണുന്നത് എന്താ പറയുക, നല്ല അടിപൊളി രസമാണ്. നമ്മൾ വന്ന് കാണുന്നൊന്നും നമുക്ക് ഫീൽ പോകുന്നത് പിന്നെ നമുക്ക് കാണാൻ തോന്നുന്ന ഒരു ഫീലും വൈബും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ അവിടെയെല്ലാം കണ്ടു തീർന്നതിന് ശേഷം ഞങ്ങൾ മെല്ലെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു കേട്ടോ. എവിടെയൊക്കെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ശ്രുതിയാണ് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നിന്ന് കാണാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ നടന്ന് നമ്മുടെ ആ കാവിൻ്റെ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. 6-ാം തമ്പുരാൻ മഞ്ജുവാരിയുടെ ഡയലോഗ് പറയുന്നല്ലോ, എന്താ കാവിലെ ഭഗവതി നേരിട്ടിറങ്ങി വന്നതാണോ, ഭഗവതിയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ല. ആ ഒരു എൻട്രൻസ് ഭാഗം വരുന്നൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിന് മുമ്പിലെത്തി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും ആളും ബഹളാണ്ട് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളൊന്നും സാധിച്ചില്ല. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ വീഡിയോസൊക്കെ ചെയ്യുന്നു. കുഞ്ഞായി ശ്രുതി വളരെ എക്സൈറ്റ്മെൻറ്റിനകത്തേക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മഞ്ജുവാരിയുടെ ഡയലോഗ് ചോദിച്ചു. എന്താ ശ്രുതി അമ്പലമാണിത്.
എനിക്ക് അത് ഇന്ന് തന്നെ അത് ഒരിതല്ലായിരുന്നു. കഷ്ടമായി ഇപ്പം ഞാൻ മേടിച്ചത്. ഇതായിരുന്നു അടുത്ത പണ്ടത്തെ അടുക്കള. ഉണ്ടോ കിണറ്? അറിയിക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കുന്നുണ്ട്. ഇതായിരുന്നു ആട്ടുകല്ല്. ഉണ്ടോ? ഓരല്ല ആട്ടുകല്ല്. ഇങ്ങനെയായിരുന്നു നമ്മൾ ഉണ്ടാക്കി ശേഷം ആട്ടുകല്ല്. അവിടേക്ക് മുകളിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ കയറിയില്ലാന്ന് കുഞ്ഞി. ഓർക്കുന്നില്ല? ശിവമോന്റെ കൂടെ വന്നപ്പോൾ നമ്മളിന്റെ മണ്ടയ്ക്ക് കയറിപ്പോയായിരുന്നു. ജസ്റ്റ് അതാ പൂട്ടിയിട്ടേക്കെ. ഇപ്പൊ ഒന്നും അതിന് വണ്ടിക്ക് കയറാൻ വിലയില്ല. പൊട്ടിപ്പോയത് ഉണ്ട്. മതി മതി വരക്ക താഴെ കറിക്കാം. ഇതുണ്ട് അടുപ്പൊക്കെ ഉണ്ടോടാ? എന്താ അടുപ്പ് അതോ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. ഇവിടെ പാത്രം കഴുകാനൊക്കെ. പിന്നെ അതായത് കിണർ. അത് കിണറാണ് കേട്ടോ. മാറി ഇതിന്റെ ഉള്ളിലാണ് മണലുള്ളത് അല്ലേ? അല്ലല്ല, അതൊന്നും കഴിഞ്ഞ ആഴ്ച തുറന്നിട്ടില്ലായിരുന്നു. എന്റെ ഫോട്ടോ എടുക്കണേ. വിളക്കെ പോയി കിട്ടണേ. ഇത് വീഡിയോ ആണ് മണി. ഓ ഇരട്ട് മുറികളൊക്കെ, ഇരട്ട് മുറിയൊക്കെയാണ്. വീണ്ടും നടുത്തളത്തിലെത്തി. വായ വായ മൂടും. മോഹൻലാല് ഹരിമുരളിയും പാടിയെടുത്തെത്തിയല്ലേ?
പുറത്ത് കഴിഞ്ഞാൽ പകായിട്ട് കയറും. ഇവിടെ വേണം എടുക്കാം. അച്ഛനാണ് അവിടെ ഫോട്ടോ എടുത്ത് നിൽക്കണേ. അച്ഛൻ ഭയങ്കര ക്യാമറമാനാണ്. സ്റ്റെപ്പൊക്കെ കീറി വന്നു കേട്ടോ. ഇത്തിരിയേ താഴേക്ക് സ്റ്റെപ്പാണ്. പിന്നെടാ ഇവിടെ നിന്ന് ഇനിയുണ്ട് മുകളിലേക്ക് ഇടും. പക്ഷെ എല്ലാം ലോക്ക് ചെയ്തിട്ടേക്കണം. അങ്ങനെ നമ്മൾ മുകളിലെത്തി കേട്ടോ. ഒരു മാനാകെ വീതിച്ചില്ല മാവിരിക്കുന്നൊക്കെ പാട്ട് പാടി ശോഭൻ നടന്ന് ഞാൻ വരാണ്ടേക്കാണ്. റൗണ്ട് സ്റ്റെപ്പാണ്. ഇങ്ങനെ താഴേക്ക് പോകുന്ന സ്റ്റെപ്പാണ്. ഇങ്ങനെ കറങ്ങി വരുന്ന സ്റ്റെപ്പാണ്. ശരി ശരി. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നല്ലതാ പോവാന്ന് എഴുതി ഇറങ്ങിയേക്കാണ്. അവർക്ക് കോട്ടയത്തിന് അപ്പോൾ ഞങ്ങൾ വേഗത്തിൽ പോകാൻ പോകും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള സൂപ്പർ കിട്ടുന്ന വീഡിയോ നമ്മൾ വീഡിയോ കാണിച്ചിട്ട് ബൈ ബൈ.